രചന വിജയ് സത്യ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. ചെക്കന്മാരെ, നമ്മുടെ ചങ്ക അക്കു വിളിക്കുന്നുണ്ട്. സൂഫിയുടെ മൊബൈൽ ഫോണിലേക്ക് അക്കുവിന്റെ കോൾ റിംഗ് ചെയ്തപ്പോൾ ഫോൺ ഉയർത്തി കാണിച്ച് സൂഫി പറഞ്ഞു. ലൗഡ് സ്പീക്കർ ഇട്. മറ്റു കൂട്ടുകാർ പറഞ്ഞു. സൂഫി അറ്റൻഡ് ചെയ്ത് ഫോൺ സ്പീക്കറിലാക്കി. മകളെ ചങ്സ്, എല്ലാവരും റെഡി ആയിട്ടിരുന്നോ? ഈ അക്കു എയർപോർട്ടിലെത്തി കഴിഞ്ഞു. ഇനി ഏത് നിമിഷം നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും. നീ ആദ്യം വീട്ടിൽ ചെന്ന് മോൻ കാണിക്കും. ഉമ്മ കാത്തിരിക്കുന്നുണ്ടാവും. ഉമ്മാൻ്റെ അടുത്ത് ആഫിയത്തും ബർക്കത്തെല്ലാം വാങ്ങിക്കും. അത് കഴിഞ്ഞ് മതി ഞങ്ങളോടത്തുള്ള കറക്കം, സൂഫി പറഞ്ഞു. സുഹൃത്ത് എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, നല്ല ആത്മാർത്ഥതയുള്ള സുഹൃത്താണ് സൂഫി. തങ്ങളെക്കാൾ അവൻ്റെ ഉമ്മയാണ് അവൻ ആദ്യം കാണാനുള്ള അർഹത. അക്കു വന്നു കഴിഞ്ഞാൽ പിന്നെ റെസ്റ്റില്ലാതെ അടിച്ചുപൊളിയും കറക്കുമായിരിക്കും. ഓഹ്, ഉത്തരവ് തമ്പ്രാനെ. നാട്ടിലുള്ള തന്റെ ചങ്ങായിമാരുടെ ലീഡറായ സൂഫിയുടെ ഫോണിലേക്ക് നാട്ടിലെത്തി അക്കു എന്ന് അക്ബർ വിളിച്ചതായിരുന്നു. അക്കു വീട്ടിലെത്തി. ഉമ്മാന്റെ മടിയിൽ തലവെച്ച് കിടന്ന അബുദാബിയിലെ വിശേഷങ്ങൾ എന്തൊക്കെയോ പറഞ്ഞു. കുഞ്ഞീബീത്തൊക്കെ 6 പെൺമക്കൾക്ക് ശേഷം കിട്ടിയ ഒരേ ഒരു ആൺതരിയാണ് അക്കു. 6 പെൺമക്കളെ പ്രസവിച്ചിട്ട് പിന്നെയും കുറേ വർഷങ്ങൾ കഴിഞ്ഞാണ് അവന്റെ ജനനം. ഉമ്മാന്റെ വയറ് കഴുകി വന്നവൻ. അതുകൊണ്ട് തന്നെ ആ അരുമ മകനോട് കുഞ്ഞീബിത്തക്ക് അതിയായ സ്നേഹവും വാത്സല്യമാണ്. അക്കുവിന് ചെറുപ്പം മുതലേ വാഹനങ്ങളോട് ഭയങ്കര ക്രേസാണ്. 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ അവന്റെ ആ ഭ്രാന്ത് കണ്ടിട്ട് വാപ്പ അബൂബക്കർ സൈക്കിൾ വാങ്ങിച്ചു കൊടുത്തപ്പോൾ അതിന്റെ ബാക്ക് വീല് മാത്രമായി സഞ്ചാരം, ഫ്രണ്ട് വീലൊക്കെ എപ്പോഴും വായുവിലാണ്. സ്കൂൾ പഠനം കഴിഞ്ഞപ്പോൾ നോട്ടം ബൈക്കിലായി. ബാപ്പ അബൂബക്കറിന്റെ ബജാജ് സ്കൂട്ടറിലാണ് തുടക്കം. ബാപ്പയും ഉമ്മയും ഒരു സാധാരണ കുടുംബത്തിലെ അംഗങ്ങളായതുകൊണ്ട് തന്നെ വീട്ടിലെ സാമ്പത്തിക സ്ഥിതി അത്ര കണ്ട് നല്ലതല്ലായിരുന്നു. ബാപ്പയുടെ കൊപ്ര കച്ചവടത്തിൽ വീട്ടിൽ അത്യാവശ്യം കാര്യങ്ങളെ നടന്നു പോവുള്ളൂ. അതുകൊണ്ട് തന്നെ അക്കു തന്റെ ആവശ്യങ്ങൾ കോളേജ് വിട്ട് വന്ന് തൊട്ടടുത്തുള്ള സർവീസ് സ്റ്റേഷനിൽ വാഹനം കഴുകാൻ പോകുമായിരുന്നു. പഠനത്തിലുള്ള ചിലവ് കഴിഞ്ഞ് സ്വരുക്കൂട്ടിയ പൈസയാൽ ഒരു FZ ബൈക്ക് വാങ്ങിക്കൊണ്ട് അവൻ തന്റെ ആദ്യമോഹം പൂവണിയിക്കുമ്പോൾ അലസന്മാരായ മറ്റു ചങ്ങായിമാർക്ക് അതൊരു പാഠമായിരുന്നു. അവനെ മാതൃകയാക്കി പിന്നെ പലരും ജോലിക്ക് പോയി തുടങ്ങി. ബൈക്കിൽ അവൻ കസരത്ത് കാണിച്ചു. അവന്റെ ഡ്രൈവിംഗിലുള്ള മികവും ഏകാഗ്രതയും ആർക്കും തന്നെ അനുകരിക്കാൻ സാധിച്ചില്ല. അക്കാഡമിക് ലെവൽ ഡിഗ്രി സമ്പാദിച്ച ശേഷം അവന് തോന്നി ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. അങ്ങനെ അവൻ ഗൾഫിലേക്ക് കടന്നു. അവിടെ കുറേ നാൾ അധ്വാനിച്ചു. ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു. അവന്റെ ഡ്രൈവിംഗിലുള്ള സ്കിൽ കാരണമാണ് ദുബായിലെ പ്രമുഖരായ ഷെയ്ഖിന്റെ ഡ്രൈവറായി അവന് ജോലി ലഭിച്ചത്. അവജ്ഞാനതയിലും അതിലേറെ ജാഗ്രതയിലും അതുല്യ വേഗതയിലും വണ്ടി ഓടിക്കുന്ന അവന് ഷെയ്ഖിന് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അക്ബർ ദുബായിൽ ഷെയ്ഖിന്റെ ഡ്രൈവറായതോടുകൂടി കുടുംബക്കാരൊക്കെ രക്ഷപ്പെട്ടു തുടങ്ങി. 6 പെങ്ങന്മാരുടെ ഭർത്താക്കന്മാർക്കും സ്ഥിരമായ ഒരു ജോലി ഉണ്ടായിക്കൊടുക്കാൻ അവനായി. പണ്ടേ പെങ്ങന്മാരുടെ കണ്ണിലുണ്ണിയായ അക്ബർ ഇപ്പോൾ താരപരിവേഷമുള്ള കൺകണ്ട അനിയൻ ചെക്കനാണ്. അവനോട് ദിവസം ഫോണിൽ വിളിച്ച് മിണ്ടാൻ അവർ മത്സരമായിരിക്കും. ജോലി കിട്ടിയതിനു ശേഷം 1-2 പ്രാവശ്യം വന്നിട്ട് പോയി. ഓരോ വരവിലും ഉമ്മ നിക്കാഹ് കഴിക്കാൻ നിർബന്ധിച്ചു. പല കാരണങ്ങൾ പറഞ്ഞ് അവനതിൽ നിന്ന് ഒഴിഞ്ഞു മാറി. എടി പിള്ളേരെ, അവനെ കല്യാണത്തിന് നിർബന്ധിച്ച് ഉമ്മാക്ക് മടുത്തു. ഇനി നിങ്ങൾ പെങ്ങന്മാർ വേണം അവനെ പിടിച്ച് കെട്ടിക്കാൻ. ഈ പ്രാവശ്യം പെങ്ങന്മാരും തന്നെ കാനൂത്ത് കഴിച്ച് മാത്രമേ അക്കരെ വിടുള്ളൂ എന്ന് വാശി പിടിച്ചിരിക്കുകയാണ്. സത്യത്തിൽ അക്കു വിവാഹത്തെക്കുറിച്ച് അത്ര ചിന്തിച്ചിട്ടില്ല. പെണ്ണ് കണ്ടിട്ട് ഇഷ്ടപ്പെടട്ടെ, എന്നിട്ട് അല്പം റൊമാൻറ്റിക് ആവണം. ഈ പ്രാവശ്യം പെണ്ണ് കണ്ട് ഉറപ്പിച്ചു പോകണം. അടുത്ത വരവിലും മതി കല്യാണം. അതാണ് അവൻ്റെ മനസ്സെങ്കിലും അതൊന്നും അവൻ പുറത്തു പറഞ്ഞില്ല. പ്ലാൻ സമയമാകുമ്പോൾ പറയാം. കുറച്ച് സമയമേ ആയുള്ളൂവെങ്കിലും പെങ്ങന്മാരൊക്കെ ഹാജരായി. എല്ലാവരും സ്നേഹം കൊണ്ട് അവനെ പൊതിഞ്ഞു. എല്ലാവരുടെയും സംസാര വിഷയം ഒന്ന് തന്നെ, നിക്കാഹ് കഴിക്കണം. ഓക്കെ, കഴിക്കാം. ആദ്യം പെണ്ണ് എവിടെ ഉണ്ട് പറ, കാണട്ടെ. ഉയ്യോ, പെണ്ണ് എത്ര വേണം നിനക്ക്? ഞങ്ങൾ ഒരു നിമിഷം കൊണ്ട് റെഡിയാക്കി തരില്ലേ? ഓഹോ, ആവശ്യമുള്ളത്ര കിട്ടുമോ? എങ്കിലും 100 വേണം. പോടാ, നീ കേട്ടാ റെഡിയാണെങ്കിൽ അടിപൊളി ഒരു പെണ്ണെ ഞങ്ങൾ ശരിയാക്കി തരുന്നാ പറഞ്ഞേ. അക്കുവിന് വേണ്ടുന്ന വിഭവങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് അവനെ തീറ്റിച്ച് അവൻ പോകുമ്പോൾ അവിടെ തന്നെ ഇരിക്കും ഈ പെങ്ങന്മാരും കുടുംബവും. എന്തു ഭാഗ്യം ചെയ്ത ചെക്കൻ അല്ലേ അക്കു? അവന്റെ പെങ്ങന്മാർ അവനെ സ്നേഹിച്ച് കൊല്ലുക. ഞങ്ങൾക്കുണ്ട് പെങ്ങന്മാർ. ഇതൊക്കെ കാണുമ്പോൾ അവരുടെ അടുത്ത് കിണറ്റിലിടാൻ തോന്നും. അക്കുവിന്റെ സുഹൃത്തുക്കൾ ഇതൊക്കെ കാണുമ്പോൾ സങ്കടത്തോടെ പറയും. അന്ന് വൈകിട്ട് കൃത്യസമയത്ത് തന്നെ അക്കുവിന്റെ BMW മിനി കൂപ്പർ കൂട്ടുകാരുടെ അടുത്തെത്തി. കേരള ചങ്കളെ, നമുക്കൊന്ന് അടിച്ചു പൊളിച്ച് കറങ്ങി വരാം. എടാ, ഇതെപ്പെടുത്തു? പുതിയ വണ്ടി കണ്ട് കൂട്ടുകാർ അത്ഭുതത്തോടെ ചോദിച്ചു. ഞാൻ ഗൾഫിൽ നിന്ന് തന്നെ ബുക്കാക്കിയിരുന്നു. വരുമ്പോൾ ഷോറൂം ജീവനക്കാർ എയർപോർട്ടിൽ കാറുകൊണ്ട് തന്നു. ഇവനൊരു 1.5 സാധന. കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് നാട്ടിലുള്ള എൻ്റെ വീട്ടിലേക്ക് ഓടിക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. ഇനി അങ്ങോട്ടാക്കൂ? കൂട്ടുകാരെല്ലാവരും കാറിൽ കയറി കൊണ്ട് ചോദിച്ചു. ഇനി ദൊപ്പണയുടെ തട്ടിടയിലേക്ക്. അല്ലോ, അതെവിടെ? ഇവിടെ വല്ല റോഡ് വെക്കലായിരിക്കും. എടാ, നീ ഏതാ കഞ്ചൂസായോ? 5 സ്റ്റാർ ഹോട്ടലൊന്നും കൊണ്ടുപോകുന്നില്ല ഞങ്ങളെ? എടാ ചെക്കന്മാരെ, ഒരു അടിപൊളി തട്ടിടയായത്. ദുബായിലൊരു ഫേമസാ. ആണോ? എങ്കിലും വിട്ടോ. ആകു പുതിയ ഹൈവേ വഴി വെച്ച് പിടിച്ചു. അടെ ജങ്സ്, ഈ തട്ടിട എവിടെയെന്നറിയോ? ഇല്ല, എവിടെയാടാക്കൂ? കൂട്ടുകാരെ ഏകസ്വരത്തിൽ ചോദിച്ചു. കേരളത്തിലെ അങ്ങ് വടക്കേറ്റത്ത്, കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരത്ത്. എൻ്റെ അമ്മോ, ഈ മലപ്പുറത്ത് നിന്ന് കട്ടൻ ചായ പിടിക്കാൻ മഞ്ചേശ്വരം വരെയോ? 300-ലധികം കിലോമീറ്റർ ഉണ്ടല്ലോ. എല്ലാവരും സീറ്റ് ബെൽറ്റ് സെറ്റാക്കിയിരുന്നോ? അത് കേട്ട് സുഹൃത്തുക്കൾ എല്ലാവരും സീറ്റ് ബെൽറ്റ് ധരിച്ചു. പിന്നെ ഒറ്റ പോക്കായിരുന്നു. എടാ മച്ചാനെ അക്കു, ഹൈവേയുടെ പണിയടക്കെയാണ്, ഒന്ന് സൂക്ഷിച്ച്. അക്കുവിന്റെ വണ്ടി ക്രമേണ സ്പീഡ് വർദ്ധിച്ചു. 100,
200. അവിടുന്ന് പിന്നെയും 240 വേഗതയിലായി. കലവില ശബ്ദിച്ച കൂട്ടുകാർ പിന്നെ ശ്വാസം അടക്കിപ്പിച്ച് കണ്ണുമിഴിച്ചിരുന്നു. പലരുടെയും കിളി പറന്നുപോയി. ചിലർ ബോധം പോയ പോലെ അത്തുമ്പിത്തും പറയാൻ തുടങ്ങി. ഒരു 2 മണിക്കൂർ കൊണ്ട് മഞ്ചേശ്വരത്തെ തൊപ്പണയുടെ ചായക്കടയുടെ മുമ്പിലെത്തി. എല്ലാവർക്കും ശ്വാസം നേരെ വീണു. പിള്ളേര്, നിങ്ങൾ ജന്നാത്തിലെ ചായ എന്ന് കേട്ടിട്ടുണ്ടോ? ആ ചായ കുടിക്കാനാ നമ്മളിപ്പോൾ പറന്നു വന്നത്. ആരൊക്കെ ഷെഡിയിൽ തൂറിയിട്ടുണ്ടോ നോക്ക്. ഡോർ തുറക്കുന്നതിനിടെ സൂഫി കളിയാക്കി പറഞ്ഞു. ഒന്ന് പോയിന്റ് സൂഫിക്ക. ഉവേ, അക്കുവല്ലേ വണ്ടി ഓടിക്കുന്നത്. സോ ഞങ്ങൾ സേഫാന്നറിയാം. അവിടുത്തെ ദുബായിൽ ഷെയ്ക്കിന് വൈകിട്ട് ചായ കുടിക്കാൻ കൊണ്ടുവന്ന് ദൂരെ ആയിട്ടുള്ള അവനത്. കൂട്ടത്തിൽ ധൈര്യശാലിയായ റംഷാദ് പറഞ്ഞു. എല്ലാവരും കാറിന് പുറത്തിറങ്ങി. തട്ടുകടയാണെങ്കിലും അവിടെ വന്നുകൂടിയിരിക്കുന്ന കാറുകളുടെ എണ്ണവും തിരക്കും കണ്ടപ്പോൾ അവർക്ക് അത്ഭുതമായി. നിങ്ങൾ ആ കാറ് കണ്ടോ? കൂട്ടത്തിൽ നിർത്തിയിരിക്കുന്ന ഒരു വില കൂടിയ കാറിനെ കാണിച്ച് അക്കു ചോദിച്ചു. അത് ലംബോർഗിനിയാ. എനിക്കറിയടാക്കൂ, റംഷാദ് പറഞ്ഞു. റംഷാദിന്റെ രജിസ്ട്രേഷൻ ശ്രദ്ധിച്ചോ? ഉവ്, AP, ആന്ധ്രാപ്രദേശ്. ആ ഒരു ആന്ധ്രാപ്രദേശിൽ നിന്ന് ചാടിക്കാൻ വന്നാണോ? റംഷാദ് അത്ഭുതത്തോടെ ചോദിച്ചപ്പോൾ മറ്റു കൂട്ടുകാരെല്ലാം ചിരിച്ചു. ഇതൊക്കെ ഈ അക്കുവിൻ്റെ ഒരു തമാശയല്ലേ? ഇതൊക്കെ എന്ത്? പണ്ട് ലളിത് സ്റ്റാർ ഹോട്ടലിന്റെ വർക്ക് കോഴിക്കോട് നടക്കുമ്പോൾ രാവിലെ ഹെലികോപ്റ്ററിൽ കോഴിക്കോട് ഇരുന്ന അംബാനിയുടെ ഭാര്യ കോകില അംബാനി ഹെലികോപ്റ്ററിൽ ഊണഴിക്കാനും ചായ കുടിക്കാനും ഡൽഹിക്ക് പോയിട്ട് മടങ്ങി കോഴിക്കോട് വന്ന് സൈറ്റിൽ വൈകിട്ട് വരെ പണി നോക്കുമായിരുന്നു. അതിനിടയിൽ ഇതൊക്കെ എന്ത് അല്ലേ സൂഫിക്ക? അക്കുവിന്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞു. അല്ല പിന്നെ. ദൊപ്പണയുടെ മാംഗ്ലൂർ ഉരുളക്കിഴങ്ങ് കൊണ്ടുണ്ടാക്കിയ മസാല ദോശ കൂട്ടുകാർക്ക് നാവിന്റെ രുചിയിലൊരു പുത്തൻ അനുഭവമായിരുന്നു. കനലിൽ പഴുപ്പിച്ചെടുത്ത് മണ്ണുകോപ്പിൽ പച്ചവെള്ളം ഒഴിച്ചപ്പോൾ തിളച്ച് ചായയായി മാറി. ഒന്നാം തരം ഏലക്കാൻ തരിയിട്ട ചായ. അതിന്റെ രുചി പറ്റും മുമ്പ് അവർ വീണ്ടും നാട്ടിലേക്ക് തിരിച്ചു. പോയ അതേ സമയം കൊണ്ട് തന്നെ അക്കുവിന്റെ കാർ ഹൈവേയിൽ നിന്ന് നാട്ടിക റോഡിലേക്ക് പ്രവേശിച്ചു. കാറ് കുറെ മുന്നോട്ട് നീങ്ങി. ഈ സമയമാണ് ആയിഷ തന്റെ സ്കൂട്ടിൽ നാട്ടിക റോഡിനെ ക്രോസ് ചെയ്ത് അവളുടെ വീട്ടിലേക്കുള്ള കട്ട് റോഡിലേക്ക് പോകാൻ ശ്രമിച്ചത്. വണ്ടിയുമായി റോഡ് ക്രോസ് ചെയ്യവേ റോക്കറ്റ് വേഗത്തിൽ മിന്നായം പോലെ ഒരു കാറ് നാട്ടിക റോഡിലൂടെ വരുന്നത് കണ്ടു. അവളുടെ സ്പീഡിൽ സഞ്ചരിച്ചാൽ അതിനെ തട്ടുമെന്ന് അവൾക്ക് തോന്നിയുകൊണ്ട് പെട്ടെന്ന് ആക്സിലേറ്റർ കൂടുതൽ കൊടുത്തു. റോഡ് പാസ് ചെയ്യാൻ വേണ്ടി അമിത വേഗമെടുത്ത കാരണം റോഡിന്റെ മറുവശത്തുള്ള ചെറിയ സ്ഥലത്ത് അവൾക്ക് വണ്ടി നിർത്താൻ പറ്റിയില്ല. അത് അവിടുന്ന് പോയി താഴെയുള്ള ചളിയങ്കണ്ടത്തിലേക്ക് അവളടക്കം മറിഞ്ഞു വീണു. അയ്യോ ഉമ്മാ! അവൾ നിലവിളിച്ചു. എടാ, നമ്മുടെ വണ്ടിയുടെ വേഗത കണ്ടിട്ട് റോഡ് ക്രോസ് ആ പെൺകൊച്ചേ വണ്ടിയെടുത്ത് കണ്ടത്തിലെ ചളിയും കൊണ്ടിട്ട്. അക്കു അത് കണ്ടു. അവൻ പെട്ടെന്ന് വണ്ടി നിർത്തി. കൂട്ടുകാരൊക്കെ ചാടി ഇറങ്ങി കണ്ടത്തിലേക്ക് ഇറങ്ങി. ദേഹമാസകലം ചളിയിൽ പുരണ്ട പെൺകുട്ടി ആൾക്കാരെ കണ്ടപ്പോൾ വേഗം ചാടിയണിക്കാൻ ശ്രമിച്ചു. 8 അടിയോളം താഴ്ചകൾ ഉഴുതുമറിച്ച ആ ചളിയും കണ്ടത്തിലേക്കുള്ള വീഴ്ചയിൽ സ്കൂട്ടറടക്കം അവൾ ചെളിയിൽ പൂണ്ടുപോയിരുന്നു. അവരൊക്കെ ചേർന്ന് അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ച് മുകളിലെത്തിച്ചു. കൂട്ടുകാരിൽ 2 പേര് സ്കൂട്ടറും പൊക്കിയെടുത്ത് മുകളിലെ റോഡിൽ കൊണ്ടുവന്നു. വല്ലതും പറ്റിയോ? ഇനി എന്ത് പറ്റാൻ ബാക്കി? അവൾ തമാശ പറഞ്ഞാണെങ്കിൽ ഒടുവിൽ കരച്ചിലിന്റെ വക്കോളം എത്തിയിരുന്നു. സത്യത്തിൽ എന്താ സംഭവിച്ചത്? അക്കു അവളോട് ചോദിച്ചു. തിരിച്ചങ്ങോട്ടൊരു ചോദ്യമായിരുന്നു. നിങ്ങളാണ് കാർ ഓടിച്ച്? ആ, എന്താ കുഴപ്പം? എന്തൊരു മരണപ്പാച്ചിലാണ് ഇഷ്ട. നിങ്ങളുടെ കാറിന്റെ വരവ് കൊണ്ടിട്ട് ഞാൻ പേടിച്ച് അന്ത് വിട്ട് പോയിട്ട് കണ്ടെത്തിക്കൊണ്ടിട്ട്. അത് കേട്ട് അവർ ചിരിച്ചു. എന്റെ കൂട്ടുകാരി, എന്റെ കാർ ഇനി നിങ്ങൾ റോഡ് ക്രോസ് ചെയ്യാൻ പാസ്സായ സ്ഥലത്ത് എത്തിയിട്ടില്ല. 30 മീറ്റർ അപ്പുറമുള്ളത്. അവൾ വീണെടുത്തുനിന്ന് ആ കാർ അവിടെ എത്താൻ 10-30 മീറ്റർ ദൂരമുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. എങ്കിലും അവൾ വിട്ടില്ല. നിങ്ങൾ അപകടകരമായ രീതിയിൽ വണ്ടി ഓടിച്ചു വന്നുകൊണ്ടല്ലേ എനിക്ക് അപകടം ഉണ്ടായത്? എടാ, നിയമം. ഈ കൊച്ചു നിയമം പറയാ, ഒരുവൻ കളിയാക്കി പറഞ്ഞു. എന്നിട്ടും ഞങ്ങൾക്ക് അപകടമൊന്നും ഉണ്ടായില്ലല്ലോ, വേറൊരുത്തൻ പറഞ്ഞു. അപ്പോഴേക്ക് അക്വയർ ഇടപെട്ടു. വണ്ടികൾ തമ്മിൽ കൂട്ടിമുട്ടാത്തോടത്തോളം ഒരു നിയമം പറഞ്ഞിട്ടും കാര്യമില്ല വച്ചേ. അതുപോട്ടെ, നിനക്ക് എന്ത് സഹായം വേണമെങ്കിലും ചെയ്യാം. കണ്ടിട്ട് കഷ്ടം തോന്നുന്നു. ഈ ചെളികാരൻ നിനക്ക് കണ്ണ് കാണുന്നുണ്ടോ? മുഖമൊന്നും കാണുന്നില്ലല്ലോ. അത് ശരിയാക്കൂ. നിന്റെ വണ്ടിയിൽ വെള്ളം ഉണ്ടെങ്കിൽ അവൾക്ക് മുഖം കഴുകാൻ കൊടുക്ക്, സൂഫിക്ക പറഞ്ഞു. വെള്ളമുണ്ട് സീറ്റിനടിയിൽ, അക്കു പറഞ്ഞു. ആരൊരാൾ പോയി വണ്ടിയിൽ നിന്ന് നിറയെ വെള്ളമുള്ള കന്നാസ് എടുത്തുകൊണ്ട് വന്ന് അക്കുവിന് നേരെ നീട്ടി. ചങ്സ്, ഈ വള്ളം ഏതാണെന്നറിയോ? ഇതെന്റെ അങ്കിളിനോടുക്കാൻ എളാപ്പ മക്കിന്ന് കൊടുത്തയച്ച സംസംഗട്ടിലെ വള്ള. സാരല്ല, ആള് മുഖം കഴിക്കോട്ടെ. അതിങ്ങതാ. അക്കു ആ കന്നാസ് വാങ്ങിച്ച് അവളുടെ തലവഴി ആ വെള്ളം പതുക്കെ ഒഴിച്ചു കൊടുത്തു. അവളുടെ മുഖത്തിൽ അഴുക്കും തട്ടത്തിൽ അഴുക്കും വസ്ത്രത്തിന്റെ മേളിൽ അഴുക്കൊക്കെ പതുക്കെ തുടച്ചു കളഞ്ഞു. കരിമേഘങ്ങൾക്കിടയിൽ നിന്നും പൂർണ്ണചന്ദ്രൻ പുറത്തു വരുന്ന പോലെ ആയിഷയുടെ മുഖ സൗന്ദര്യം അക്കു ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം ധാരധാരിയായി മുഖത്ത് വീണപ്പോൾ തെളിഞ്ഞു വന്നു. എൻ്റെ അല്ലോ, ഇത്രയും സുന്ദരിയായിരുന്നോടി നീ? അക്കു അറിയാതെ ചോദിച്ചു പോയി. അവളത് കേട്ട് ചിരിച്ചു. ഇനി ഇച്ചിരി കുടിക്കാന്താ? അക്കു ഒഴിച്ചു കൊടുത്ത വെള്ളത്തിൽ അവൾ കൈ രണ്ടും നന്നായി കഴുകി. അതിനുശേഷം അവൻ അവളുടെ കയ്യിൽ പകർന്ന വെള്ളം അവൾ ചുണ്ടോട് ചേർത്ത് വലിച്ചു കുടിച്ചു. വെളുത്ത പട്ട് പോലത്തെ കയ്യിൽ മൈലാഞ്ചി ചിത്രങ്ങൾ വെള്ളത്തിൽ തിളങ്ങുന്നവൻ നോക്കി നിന്നു. എങ്ങനെ വീട്ടിൽ പോ? ഇവിടെ അടുത്ത് തന്നെ എൻ്റെ വീട്, ഞാൻ പോയിക്കോളാം. ചെളി പുരണ്ട അവളുടെ സ്കൂട്ടർ എല്ലാവരും കൂടി സ്റ്റാർട്ടായി കൊടുത്തു. ആ വണ്ടിയിൽ കയറി എല്ലാവരെയും നോക്കി ചിരിച്ചിട്ട് അവൾ വണ്ടി മുന്നോട്ടെടുത്ത് വീട്ടിലേക്ക് പോയി. അക്കുവും കൂട്ടുകാരും ഒരു നിമിഷം നോക്കി നിന്നു. പാവം കൊച്ചു, വാ പോവാ, അക്കു പറഞ്ഞു. ചമഞ്ഞൊരുങ്ങിപ്പോയ മകൾ കരിപുരണ്ട ഭൂതം പോലെ ചെളി പുരണ്ട് വണ്ടിയിൽ വരുന്ന കണ്ട് ഐഷയുടെ ഉപ്പയുമ്മയെ അന്തം വിട്ടു. എന്തു പറ്റിയടി, ഇതെന്താ ഈ കോലത്തില്? ഉമ്മ ആദ്യയോടെ വരാന്തിൽ നിന്ന് മുറ്റത്തിറങ്ങി വന്ന് ചോദിച്ചു.
അവിടെ ഉണ്ടായിരുന്ന കുട്ടികളൊക്കെ ഐഷയുടെ രൂപം കണ്ട് കളിയാക്കി ചിരിച്ചു. അവളുണ്ടായ സംഭവങ്ങളൊക്കെ പറഞ്ഞു. കുറെ ആംബുലേരി കയറിയ കാറ് തീപ്പന്തം പോലെ ലക്കുല കാറിലാ വരുന്നുണ്ടപ്പോ എന്റെ വണ്ടിയായിട്ട് നാട്ടിക റോഡ് ക്രോസ് ചെയ്ത് നമ്മുടെ റോഡിലേക്ക് വരികയായിരുന്നു. ഞാൻ പേടിച്ച് കണ്ടത്തിലേക്ക് വണ്ടി കൊണ്ട് വീണു. പടച്ചോനെ, റബ്ബ് കാത്തു. ചളിയിലായതുകൊണ്ട് രക്ഷപ്പെട്ടു. നിനക്ക് മേലിനൊന്നും പറ്റില്ലല്ലോ മോളെ? ഉമ്മ സഫിയ ആശങ്കയോടെ ചോദിച്ചു. അവൾ ചുരിദാറിന്റെ കാലിൽ രണ്ടും പൊക്കി നോക്കി. രണ്ടു കാലിന്റെ മുട്ടുകൾക്കും ചോര കൊടുത്തിട്ടുണ്ട്. ഇത് മാത്രം, വേറൊന്നും പറ്റിയില്ല. പറ്റാനെന്ത്? ആ കണ്ടത്തിൽ നിറയെ ചെളിയും വെള്ളമല്ലേ? ചുമ്മാ വണ്ടി കൊണ്ട് അതിലേക്ക് പോയി വീണതല്ലേ? അതിനാലൊന്നും പറ്റിയില്ല. എന്നിട്ട് അവന്മാരോടെ ആ പിള്ളേർ വഴക്കുറഞ്ഞു നീ? ഇതൊക്കെ കണ്ടും കേട്ടും കൊണ്ട് അകത്തുണ്ടായിരുന്ന ആങ്ങള സഫീർ മുറ്റത്തിറങ്ങി വന്ന് ചോദിച്ചു. എങ്ങനെ വഴക്ക് പറയും? അവരുടെ വണ്ടി 500 മീറ്റർ ദൂരെ തന്നെ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. 500 മീറ്ററോ? എൻ്റെ സഫീർക്ക, എൻ്റെ വണ്ടിയുടെ 7,000 എത്തുന്നതിന് മുമ്പ് ഞാൻ പേടിച്ചിട്ട് കണ്ടത്തിലേക്ക് പോയി വീണില്ലേ? അവരതിന് കാരണം ഞാനെങ്ങനെ സ്ഥാപിക്കും? ഒക്കെ എൻ്റെ പേടിയല്ലേ കാരണം. ശരി മോളകത്തേറി കുളിച്ചോ, വണ്ടിയൊക്കെ സഫീർ കഴുകിയച്ചോളൂ, ഉമ്മ സഫിയെ പറഞ്ഞു. എൻ്റെ പട്ടി കഴുകും, ചുമ്മാ കൊണ്ടുപോയി ചളിയും കണ്ടത്തിലിട്ടേന്. അവളെന്നെ കഴുകട്ടെ, സഫീർ പറഞ്ഞു. എടാ, ഈ ചളിയൊക്കെ ഓള് കഴുകിയാൽ പോവോ? അതുകൊണ്ടാണ് നിന്നോട് കഴുകാൻ പറഞ്ഞു. ഓയിലിൽ നാളെ സർവീസ് ചെയ്യാൻ പറ, എനിക്ക് വേറെ പണിയുണ്ട്, ഞാൻ പോണു. അവൻ പറഞ്ഞ് സഫീർ ഇറങ്ങി നടന്നു. എടി സഫിയ, നാളെ നമ്മുടെ മോള് ഐഷയെ നാട്ടിലുള്ള ആയുർവേദ ഡിസ്പെൻസറിൽ അയക്കണം. അതുകൊണ്ട് വണ്ടി കഴുകി ഞാൻ വെച്ചോളാം. ഈ ചളിയൊക്കെ രാവിലെ വരെ വെച്ചാൽ ഉറച്ചു പോവില്ലേ? ഇപ്പം തന്നെ കഴുകണം എന്ന് ഭാര്യയോട് പറഞ്ഞുകൊണ്ട് ഐഷയുടെ ഉപ്പ പൈപ്പിൽ നിന്ന് വെള്ളമടിച്ച് അവളുടെ വണ്ടി കഴുകാൻ തുടങ്ങി. പിറ്റേന്ന് ഐഷയുടെ ഉപ്പ പറഞ്ഞു. മോളു ഐഷ, ഉമ്മമാരുടെ കഷായം കുഴമ്പ് തീർന്നു. നാട്ടിലുള്ള ആയുർവേദ ഡിസ്പെൻസറിൽ പോയിട്ട് അത് വാങ്ങിക്കൊണ്ടുവരണം. ഇതാ ചീട്ട്. അവൾ ഡിസ്പെൻസറിയിലെത്തി. അവൾ അത്ഭുതപ്പെട്ടു പോയി. അവിടെ അക്കു തന്റെ ഉമ്മാക്ക് മരുന്ന് വാങ്ങിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ഐഷ അക്കുവിനെ കണ്ടു. അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു. അക്കുവിന് ആളെ മനസ്സിലായില്ല. അക്കു വേഗം അവളുടെ അടുത്ത് ചെന്നു. അയ്യോ, ഇതാര്? അവൾ ചിരിച്ചു. ഇതാരെ കൂടെ? എൻ്റെ ഉമ്മയാ. ഉമ്മാന്റെ 7 മക്കൾ ഒരേ ഒരു ആൺസന്ധിയാണ് ഞാൻ, ഏറ്റവും ഇളയത്. 6 പെങ്ങന്മാരും മാരീഡാണ്, അവർ സെറ്റിൽഡാ. ഇവിടെയാണ് ഉമ്മയെ മുട്ടുവേദനയ്ക്ക് ചികിത്സിക്കുന്നത്. ഉമ്മാക്ക് മാതിരി വിഷയങ്ങൾ അലോപ്പതിയൊന്നും ഇഷ്ടമില്ല. ഞാനും ഉമ്മാക്കളുടെ കഷായത്തിനും കുഴമ്പിനും വന്നാ. ആണോ? പേര് പറഞ്ഞില്ല? പേര് ചോദിച്ചില്ല, സോ പറഞ്ഞില്ല. നിങ്ങളുടെ പേരെന്താ? ഞാൻ അക്ബർ, അക്കു എന്നെല്ലാവരും വിളിക്കും. ഞാൻ ഐഷു എന്നെല്ലാവരും വിളിക്കും. അവർ രണ്ടുപേരും കുറേ നേരം സംസാരിച്ചു. ഐഷ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആണെന്ന് മനസ്സിലായി. അക്കു ദുബായിൽ ഷെയ്ഖിന്റെ ഡ്രൈവറാണെന്ന് പറഞ്ഞു. ശരി, ഞാൻ പോവാ. ഐഷ ഡിസ്പെൻസറിയിൽ നിന്ന് മരുന്നൊക്കെ വാങ്ങി പോവാൻ തയ്യാറായി. സൂക്ഷിച്ചു പോകണം, ഡ്രൈവിങ്ങിന് ആദ്യം വേണ്ട ധൈര്യമാണ് കേട്ടോ. ശരി, ബൈ അക്കു. ഓയോ ബൈ. അക്കു കൈവീശി കാണിച്ചു. അവൾ വണ്ടിയെടുത്ത് പോയി. ഉമ്മ ചികിത്സയൊക്കെ കഴിഞ്ഞ് പുറത്തു വന്നപ്പോൾ കണ്ടത് അക്കു സ്കൂട്ടറിൽ പോകുന്നൊരു പെണ്ണിനെ കൈവീശി ടാറ്റ പറയുന്നതാണ്. ആരാ മോനെ അത്? ഒരു ഫ്രണ്ടാ, ഐഷ. അക്കു ഉമ്മയും കാറിൽ കയറ്റി വീട്ടിലേക്ക് പോയി. പിറ്റേന്ന് അക്കു തന്റെ 4ാമത്തെ സഹോദരി ഹബീബത്തയുടെ മകൾ ഷെബിനയ്ക്ക് ഒരു സ്കൂട്ടി എടുക്കാൻ അടുത്തുള്ള ഷോറൂമിൽ ചെന്നു. +2 പാസ്സായപ്പോൾ അക്കു പഠിക്കാൻ നല്ല ഉഷാറിൽ തന്റെ മരുമകൾക്ക് വാഗ്ദാനം ചെയ്താണത്. കോളേജിൽ പോകാൻ വേണ്ടി ഒരു സ്കൂട്ടി വാങ്ങിച്ചു തരാമെന്ന്. അതിനുവേണ്ടി ഷോറൂമിലെത്തിയതാണ്. ഐഷ അവിടെ ഉണ്ടായിരുന്നു. അവളുടെ സ്കൂട്ടറിന്റെ ഫ്രീ സർവീസിന് നേരമായി. അങ്ങനെ വന്നതാണ്. മാത്രമല്ല, ഇന്നലത്തെ വീഴ്ചയിൽ എന്തോ പറ്റിയിട്ടുണ്ട് ചെറുതായിട്ട്, അതും സർവീസ് ചെയ്യണം. അതുകൊണ്ട് രാവിലെ തന്നെ പോകുന്നതാണ്. അവിടെ വെച്ച് ഐഷ അക്ബറും വീണ്ടും പരസ്പരം കണ്ടു. അക്ബറിന്റെ കൂടെ ഷെബിനയെ കണ്ടപ്പോൾ അവൾക്ക് അത്ഭുതമായി. ഐഷ ഓടിച്ചെന്ന് ഷെബിനയെ കെട്ടിപ്പിടിച്ചു. ഷെബിന ഐഷയുടെ കൂട്ടുകാരിയാണ്, ക്ലാസ്മേറ്റ് ആണ്. എടി, നീ എന്താ ഇവിടെ? ഈ അക്കു നിന്റെ ആരാ? ഐഷ ചോദിച്ചു. ഇതെന്റെ അങ്കിള അക്കു, ഓൾമോസ്റ്റ് 4 വീലർ അഡ്വഞ്ചർ റൈഡർ. അത് ഞാൻ അറിഞ്ഞിരുന്നു, അഡ്വഞ്ചർ ഡ്രൈവറാണെന്ന്. ഹലോ, ഡ്രൈവറല്ല, റൈഡർ എന്നാണ് ഷെബിന പറഞ്ഞത്. അക്കു ആയിഷയെ നോക്കി വിരൽ ഞൊടിച്ചുകൊണ്ട് ശ്രദ്ധ ക്ഷണിച്ച് തിരുത്തി. രണ്ടും ഒന്ന് തന്നെ, അവൾ പറഞ്ഞ് പൊട്ടിച്ചിരിച്ചു. ഷെബിനെ കാര്യമൊന്നും മനസ്സിലായില്ല. എന്തു പറ്റി? എടി, ഞാൻ മിനിഞ്ഞാന്ന് ഉപ്പപ്പാൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് മടങ്ങുമ്പോഴേ ഈ പണ്ടാരക്കാരൻ റോഡിലൂടെ പോകുന്നതിൻ്റെ കാറ്റടിച്ച് ഞാൻ കണ്ടത്തിലേക്കൊന്നും മറിഞ്ഞു. അത് കേട്ട് ഷെബിനെയും പൊട്ടിച്ചിരിച്ചു. ഐഷ അക്ബറും പല പ്രാവശ്യം കണ്ടുമുട്ടിയതിൻ്റെ സ്വാതന്ത്ര്യം എടുത്ത് തമ്മിൽ സംസാരിച്ചപ്പോൾ ഇരുവർക്കും വല്ലാത്തൊരു അടുപ്പം തോന്നി. ഷെബിന ഐഷയെ പ്രോത്സാഹിപ്പിച്ചു. ഇടയ്ക്ക് സ്വകാര്യമായ ഐഷയെ തഞ്ചത്തിന് കിട്ടിയപ്പോൾ അവൾ പറഞ്ഞു, വലിയ കോടീശ്വരൻ എൻ്റെ അങ്കിള്, അങ്ങനെ ആരോട് അടുപ്പം കൂടാറില്ല. നിങ്ങളോട് എന്തോ ഒരു പ്രത്യേക പ്രതിബദ്ധത കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ സ്നേഹമായിരിക്കും. നിനക്ക് കിട്ടിയ ചാൻസാ, കൂട്ടിക്കോ. നോക്കട്ടെ. സുഹൃത്ത് ബന്ധത്തിനപ്പുറം എന്തോ മുജ്ജന്മ ബന്ധം പോലെ പെട്ടെന്ന് അവർ നല്ല കമ്പനിയായി. അങ്ങനെ അവർ ഏറെ അടുത്തു. പോരാൻ നേരം ഒരു മൊബൈൽ ഫോൺ നമ്പർ കൈമാറി. വണ്ടി സർവീസ് ചെയ്തിട്ടിപ്പോൾ ഐഷ യാത്രയായി. പോകാൻ നേരം തള്ളവിരലും ചെറിയ വിരലും ചെവിയിൽ ചേർത്ത് കാണിച്ച് വിളിക്കാമെന്ന് ആദ്യം കാണിച്ചു. അക്കു ശരിയെന്ന് പറഞ്ഞ് തലയാട്ടി കാണിച്ചു. അപ്പോഴേക്ക് രജിസ്ട്രേഷൻ കഴിഞ്ഞ് സ്വപ്നയുടെ വണ്ടി റെഡിയായി. ഷെബിന, മോള് വണ്ടി എടുത്ത് പോയിക്കോ, ഞാൻ ഇച്ചിരി വൈകും. കാർ എടുത്തു പോകുമ്പോൾ അക്കു പറഞ്ഞു. അന്ന് വൈകിട്ട് ഐഷ വിളിച്ചു. അക്കു ആ വിളി പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഹലോ, അക്കു അല്ലേ? മാധുര്യമൂർന്ന അവളുടെ മൊഴി കാതിൽ വീണപ്പോൾ അക്കുവിന് കുളിർമഴ പോലെ തോന്നി. ആണല്ലോ. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എനിക്കും. ഫോണിലൂടെ അവർ ഹൃദയരഹസ്യങ്ങൾ കൈമാറി.
ഉള്ളിൽ ഉറവപ്പൊട്ടുന്ന പ്രണയം അവർ പരസ്പരം പങ്കുവച്ചു. നേരിട്ട് പറയാനും ചോദിക്കാനും പറ്റാത്ത കാര്യങ്ങളൊക്കെ ഫോണിലൂടെ ചോദിച്ച് മനസ്സിലാക്കി. അങ്ങനെ ഇരുവരും ഫോണിലൂടെ വിളിയും സ്നേഹബന്ധവും തുടർന്നു. താൻ വിവാഹത്തിനൊരുങ്ങിയാണെന്നും തനിക്കൊരു പെണ്ണിന് വേണമെന്നുള്ള ആഗ്രഹം അക്കു ഐഷയെ അറിയിച്ചു. അവൾക്കും അക്കുവിനെ തന്റെ വരനാക്കിയാൽ കൊള്ളാം. അവരെങ്ങനെ പ്രണയം തുടർന്നു. തമ്മിൽ ഇഷ്ടമാണെന്ന് ഇരുവരും വിവാഹം കഴിക്കാൻ തയ്യാറാണെന്നും വീട്ടുകാരും അറിഞ്ഞു. സമൂഹത്തിൽ നല്ല നിലയിൽ അറിയപ്പെടുന്ന ഇരു കുടുംബങ്ങളും നല്ല ചേർച്ചയിലായിരിക്കും ഈ ബന്ധത്തിന്. അതോടുകൂടി മുതിർന്നവർ ഇടപെട്ട് വിവാഹം കഴിച്ചു കൊടുക്കാൻ തീരുമാനിക്കുന്നു. ഒരു ദിവസം ഐഷയോട് ഫോണിൽ വിളിച്ച് പറഞ്ഞു, എടി ഐഷ, നമ്മൾ തമ്മിൽ വിവാഹം വരെ ഉറച്ച സ്ഥിതിക്ക് കുറെ കൂടി സ്വതന്ത്രമായ പ്രണയ മുഹൂർത്തങ്ങളും ഓർമ്മകളും നമുക്ക് സ്ഥാപിക്കണം. അങ്ങനെ പറഞ്ഞാ ഞാൻ കാണിച്ചു തരാം, വാ. അവൻ അവളെയും കൂട്ടി ഇരു വീട്ടുകാരും അറിഞ്ഞോ അറിയാതെയും പലയിടങ്ങളിലും കറങ്ങി. ഇപ്പോഴത്തെ കുട്ടികളല്ലേ, കല്യാണം ഉറപ്പിച്ചില്ലേ, പിന്നെന്താ. അവരുടെ സഞ്ചാരത്തെ അങ്ങനെ കണ്ടുള്ള കുടുംബക്കാർ. നിമിഷ നേരം കൊണ്ട് കുറേ ദൂരം വണ്ടി ഓടിക്കാൻ സാധിക്കുന്ന അക്കുവിന് ആ നാട്ടിലുള്ള ദൂരങ്ങളൊന്നും ഒരു പ്രശ്നമില്ലാത്തതുകൊണ്ട് തന്നെ അവരൊരു ദിവസം രാവിലെ തന്നെ കൊടൈക്കനാൽ കാണാൻ പുറപ്പെട്ടു. നിർഭാഗ്യം എന്നല്ലേ പറയണ്ടു. എതിരെ വന്ന ഏതോ വണ്ടിക്ക് സൈഡ് കൊടുക്കവേ അക്കുവിന്റെ വണ്ടി ചെറിയൊരു കൊക്കയിലേക്ക് മറിഞ്ഞു വീണു. എന്നാൽ വണ്ടി ഏതോ മരത്തിൽ കുടുങ്ങി. അക്കു എങ്ങനെയോ പുറത്തിറങ്ങി. വണ്ടിയിലുള്ള ഐഷയ്ക്ക് നെറ്റിത്തടത്തിൽ നല്ല പരിക്ക് പറ്റി. ഒടുവിൽ അടുത്ത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഐഷയ്ക്ക് തലക്ക് കാര്യമായി പരിക്ക് പറ്റിയതുകൊണ്ട് തന്നെ കുറെ കാലത്തേക്കുള്ള ഓർമ്മകൾ നശിച്ചു പോയിരുന്നു. ഇപ്പോൾ അവളുടെ മനസ്സിൽ 10ാം ക്ലാസ് പഠനം വരെയുള്ള ഓർമ്മകളേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ തന്റെ കൂടെ നിൽക്കുന്ന അക്കുവിനെ കണ്ട് ബോധം തെളിഞ്ഞപ്പോൾ അവൾ ചോദിച്ചു, നിങ്ങൾ ആരാ? ഞാനിത് എവിടെയാ? അവൾക്ക് കഴിഞ്ഞൊന്നും ഓർമ്മയില്ല. അക്കു നാട്ടിലുള്ള കൂട്ടുകാരെയും ഐഷയുടെ ഉപ്പയും സഹോദരൻ സഫീറിനെയും ഫോണിൽ വിളിച്ച് കാര്യങ്ങൾ അറിയിച്ചു. ഐഷയുടെ സഹോദരൻ സഫീർ അക്കുവിന്റെ മുഖത്ത് ആഞ്ഞു തള്ളി. പിന്നീട് അവന്റെ കോളറിന് കുത്തിപ്പിടിച്ച് പറഞ്ഞു, നിന്റെ ഈ മരണപ്പാച്ചിൽ ഇങ്ങനെയൊക്കെ ആവുന്നത് എനിക്കറിയാടാ. ആക്സിലേറ്റർ ചവിട്ടി ഏത് വണ്ടി ഓടും, കമ്പനി പറയുന്ന സ്പീഡിൽ. പക്ഷെ ലോകത്താരും ചവിട്ടാറില്ല. കാരണം അവർക്കൊക്കെ തലച്ചോറുണ്ട്, വിവേകമുണ്ട്. നിന്നെ പോലെ മണ്ടനല്ല. നീ എന്ത് വലിയ ഡ്രൈവറാണെന്ന് പറഞ്ഞിട്ടും വലിയ വേഗത്തിൽ പോയാൽ എല്ലാവർക്കും സംഭവിക്കുന്ന പോലെ ആക്സിഡന്റ് നിനക്കും സംഭവിച്ചില്ലേ? ഇപ്പൊ തന്നെ എന്റെ പെങ്ങളുടെ പകുതിയെ കൊന്ന നിലയിലാക്കില്ലടാ, നിന്നെ കൊല്ലടാ പട്ടി എന്നൊക്കെ വിളിച്ച് അവൻ ബഹളം വെച്ചു. മതി മതി, അളിയൻ നിലക്ക് ചിലപ്പോൾ ഒരു തല്ലവും കൊള്ളും. അതവന്റെ തെറ്റോർത്തുകൊണ്ട് മാത്രം. ഇനി അവന്റെ മേലിൽ കൈവച്ചാ ഞങ്ങൾ നോക്കിയിരിക്കില്ല, മനസ്സിലായല്ലോ? സൂഫിക സഫീറിനെ നോക്കിയിട്ട് ഭീഷണിപ്പെടുത്തി. അക്കുവിന്റെ മറ്റു കൂട്ടുകാർ ഇവരോട് സമാധാനം പാലിക്കാൻ ആവശ്യപ്പെട്ടു. ഒടുവിൽ അക്ബർ ഇങ്ങനെ പ്രഖ്യാപിച്ചു, ഞാൻ എൻ്റെ ആഴ്ച ഇങ്ങനെ ആയതുകൊണ്ട് അതിൻ്റെ പേരിൽ ഇട്ടിട്ട് പോവില്ല. അവൾ ഒരിക്കലും ഉപേക്ഷിക്കില്ല. ആ പേടി ആർക്കും വേണ്ട. അവളെ ഞാൻ തന്നെ കിട്ടും. ആഴ്ചകൾക്ക് ശേഷം ഐഷയുടെ അസുഖമൊക്കെ ഭേദപ്പെട്ടു. ഓർമ്മശക്തി മുഴുവനായി വീണ്ടിയിട്ടില്ലെന്ന് മാത്രം. അങ്ങനെ അക്കുവിന് ഐഷയ്ക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അവളെ സംബന്ധിച്ചിടത്തോളം അക്കു ഹോസ്പിറ്റലിൽ നിന്നും കൂടെ ഉണ്ടായിരുന്നു. സുഖമായതിനു ശേഷം വീട്ടിൽ വന്നപ്പോൾ 2-3 പ്രാവശ്യം അക്കുവിനെ കണ്ടുകൊണ്ട് തന്നെ അക്കു തന്റെ കല്യാണത്തിന് താല്പര്യവുമായി വരുന്ന ഒരു ചെറുക്കനാണെന്ന് മാത്രം അറിയാം. എനിക്ക് 15 വയസ്സല്ലേ ആയുള്ളൂ, എനിക്ക് എന്തിനാ ഇപ്പോഴേ കല്യാണം, ഞാൻ കുഞ്ഞല്ലേ എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. അതല്ല, നിനക്ക് 18 വയസ്സായി, നീ പ്രായപൂർത്തിയായ പെണ്ണാണ്, വിവാഹപ്രായമായി എന്നൊക്കെ പറയാൻ ആരും ശ്രമിച്ചില്ല. കാരണം ഡോക്ടർമാർ പറഞ്ഞിരുന്നു അങ്ങനെയൊന്നും പറയരുതെന്ന്. അവൾക്ക് സ്വയം ഓർമ്മ വരുമ്പോൾ വരട്ടെ, ഒന്ന് ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കരുത്. അത് അവളെ മാനസിക വിഭ്രാന്തിയിൽ ആഴ്ത്തും. ഒരു മിറാക്കിൾ പോലെ ഓർമ്മകൾ തിരിച്ചു വന്നാലായി. അത് പടച്ചവന്റെ കൃപ. അത് വന്നാൽ മാത്രമേ നമുക്ക് പഴയ ആഴ്ചയെ തിരിച്ചു കിട്ടുകയുള്ളൂ. അക്കു ദിവസം അവിടെ നിന്ന് അവളെ തന്നെ കെട്ടണമെന്ന് വാശി പിടിച്ചു. അതുകൊണ്ട് തന്നെ അവർ ഐഷയെ അക്കുവിന് വലിയ ആർഭാടമോ ആഡംബരമോ ഇല്ലാതെ നിൽക്കാൻ കഴിച്ചു കൊടുത്തു. അക്കു അവൾ അവിടെ നിർത്തിയില്ല. അവളെയും കൊണ്ട് അവൻ പറഞ്ഞു അങ്ങ് ഗൾഫിലേക്ക് കൊണ്ടുപോയി. അവന്റെ വസതിയിൽ അവൾ ഓമനിച്ചിൽ ലാളിച്ചും അവനൊരു ഓമനക്കുഞ്ഞിനെ പോലെ നോക്കി. അവൾക്ക് ഡോക്ടർമാർ നിർദ്ദേശിച്ച മരുന്ന് കൃത്യമായി നൽകാൻ ഒരു ഹോം നേഴ്സിനെ റൂമിൽ നിർത്തി. ഒരു ലീവുള്ള ദിവസം അക്കു ഐഷയും കൂട്ടി ഗൾഫിൽ കറങ്ങിയായിരുന്നു. ഇടയ്ക്ക് അക്കു സ്റ്റീം ബാത്ത് നടത്താറുണ്ട്. ഈ പ്രാവശ്യം അക്കു അങ്ങനെ സ്റ്റീം ബാത്ത് സെന്ററിലേക്ക് പോകുമ്പോൾ ഐഷയെ കൂടെ കൂട്ടി. അവളെ അവിടെ വിസിറ്റിംഗ് റൂമിൽ ഇരുത്തിയ ശേഷം അക്കു സ്റ്റീം ബാത്ത് ചെയ്ത് തുടങ്ങി. ഐഷ ഇതൊക്കെ കണ്ട് കുറേ നേരം അവിടെ ഇരിക്കുകയായിരുന്നു. പിന്നെ അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് ഒരു സ്റ്റീം ബാത്തിൽ കയറി എന്തൊക്കെയോ ബട്ടൺ പിടിച്ച് പ്രസ് ചെയ്തു. അവളുടെ ശരീരത്തിൽ ആവി കൊള്ളാൻ തുടങ്ങി. ഇതാരും അറിഞ്ഞതേയില്ല. ശരീരത്തിൽ ഇരച്ചു കയറുന്ന ചൂടിന്റെ ഡയറക്ഷനും ക്രമങ്ങളൊക്കെ വളരെയധികം ആക്കിയത് കൊണ്ട് തന്നെ അവൾ വല്ലാതെ എരിവ് കൊണ്ട് ചൂടെടുത്ത് പെടയാൻ തുടങ്ങി. ഈ സമയം അക്കോവന്റെ സ്റ്റീം ബാത്ത് മെഷീനിൽ തല മാത്രം പുറത്തേക്കിട്ട് കിടക്കുകയായിരുന്നു. ഒടുവിൽ ഐഷയുടെ നിന്ന് തോന്നിപ്പിക്കുന്ന വല്ലാത്തൊരു നിലവിളി ഞെരക്കവും കേട്ട് അവൻ വേഗം പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ കണ്ടു ഒരു സ്റ്റീം ബാത്തിൽ കയറി ഐഷ നിലവിളിക്കുന്നു. അവൻ ഓടിച്ചെന്ന് ബട്ടൺ ഓഫ് ചെയ്ത് അവൾ അതിൽ നിന്ന് പുറത്തിറക്കി. അപ്പോഴും അവളുടെ ദേഹത്തുനിന്ന് തലയിൽ നിന്ന് ആവി പറക്കുന്നുണ്ടായിരുന്നു. അവൾ പെട്ടെന്ന് അക്കുവിനോട് പറഞ്ഞു, ഞാനെന്തെവിടെ, ഇതെവിടെയാ സ്ഥലം എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി. അവൾക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയിരിക്കുന്നു. ക്രമം തെറ്റി അതിശക്തമായ ചൂടേറിയ സ്റ്റീം ബാത്തിന് ശേഷം അവളുടെ ശരീരത്തിൽ മാറ്റം സംഭവിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവൾ ഓർമ്മശക്തി വീണ്ടെടുത്തു. അക്കുവിന് സന്തോഷമായി. അവൻ നടന്ന കാര്യങ്ങളൊക്കെ സ്വന്തം വീട്ടിലും അവളുടെ വീട്ടിലും വിളിച്ചു പറഞ്ഞു. അക്കു അവളെ ചികിത്സിക്കുന്ന ഡോക്ടറെ വിളിച്ചു പറഞ്ഞു. മിറാക്കിളാണ് സംഭവിച്ചത്. പക്ഷേ അത് അക്കു കയറുന്ന പോലെ ചൂടുകൊണ്ടോ തണുപ്പുകൊണ്ടോ സംഗീതം കൊണ്ടോ ദേഷ്യം കൊണ്ടോ സങ്കടം കൊണ്ടോ അതുപോലെ പല ഇമോഷനുകളായതുകൊണ്ടോ അല്ല സംഭവിക്കുന്നത്. ഇതിനെയാണ് മെഡിക്കൽ സയൻസിൽ വേറെ പേര് പറയുന്നത്. മാത്രമല്ല പഴയ ഓർമ്മകൾ വീണ്ടും കിട്ടിയെങ്കിലും ആക്സിഡന്റ് ശേഷം വിവാഹം കഴിഞ്ഞ് ഗൾഫിലൊരെത്തിയ സംഭവങ്ങൾ ഓർമ്മ കാണില്ല. അത് അക്കു വേണം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ. എനിവേ ഗുഡ് അക്കു, മരുന്ന് കുറച്ച് മാസങ്ങൾ കൂടി കണ്ടിന്യൂ ചെയ്തോളൂ.
ഓക്കെ ഡോക്ടർ. ഓർമ്മ തിരിച്ചു കിട്ടിയ ശേഷം തന്നെ നോക്കി വിതമ്പിക്കറിയുന്ന അവൾക്ക് ഡോക്ടർ പറഞ്ഞ പോലെ കൊടൈക്കനാൽ പോയതിനു ശേഷമുള്ള സംഭവങ്ങളൊന്നും അറിയില്ലായിരുന്നു. തങ്ങൾ കല്യാണം കഴിച്ച കാര്യവും നമ്മുടെ വിവാഹം ഉറപ്പിച്ചു എന്നുള്ള സന്തോഷത്തിൽ തമിഴ്നാട്ടിലേക്ക് നമ്മൾ പോകുമ്പോൾ ഒരു അപകടത്തിൽപ്പെട്ട നമ്മുടെ വണ്ടി മറിയുകയും അതിനുശേഷം നിനക്ക് അങ്ങനെ സംഭവിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഓർമ്മശക്തി നഷ്ടപ്പെട്ട നിന്നെ വിവാഹം കഴിക്കാതെ ഒഴിവാക്കാൻ പലരും പറഞ്ഞുവെങ്കിൽ പോലും എൻ്റെ ഒരൊറ്റ നിർബന്ധപ്രകാരം നിന്നെ കല്യാണം കഴിച്ചു എന്നും അപ്പോൾ തന്നെ ഞാൻ നിന്നെ ദുബായിൽ കൊണ്ടുവന്നു എന്നും ഇവിടെ ഇങ്ങനെ കുറേ നാൾ കഴിഞ്ഞുവെന്നും ഇപ്പോൾ ഇങ്ങനെ സ്റ്റീം ബാത്ത് ചെയ്യാൻ വന്നതായിരുന്നു എന്നും അപ്പോഴാണ് നീ ഒരു അബദ്ധം കാണിച്ച് അതുവഴി നിനക്ക് ഓർമ്മശക്തി തിരിച്ചു കിട്ടിയെന്നും അക്കു ഒരുവിധം പറഞ്ഞൊപ്പിച്ചു. അവൾ ഇത് സ്നേഹപൂർവ്വം ഉൾക്കൊണ്ടു. ആയിഷയ്ക്ക് ഓർമ്മശക്തി തിരിച്ചു കിട്ടിയ വിവരം നാട്ടിലുള്ള എല്ലാവർക്കും സന്തോഷമായി. എല്ലാം അറിഞ്ഞ ആയിഷ ഒരുപാട് കരഞ്ഞു. തന്നെ ഇത്രയും സ്നേഹിക്കുന്ന ഒരു ഭർത്താവിനെ കിട്ടിയതിൽ അവൾക്ക് സന്തോഷം തോന്നി. ഓർമ്മ നശിച്ച കാമുകി ആരും ഉപേക്ഷിക്കും, എന്നാൽ തൻ്റെ അക്കു തന്നെ കൂടെ തന്നെ കൂട്ടിയിരുന്നു, ആ അവസ്ഥയിൽ പോലും. അതോർത്തപ്പോൾ അവൾക്ക് എന്തെന്നില്ലാത്ത സ്നേഹവും അഭിമാനവും തോന്നി. അവൾക്ക് അവനെ സ്നേഹം കൊണ്ട് പൊതിയാൻ തോന്നിയ ആ നിമിഷം ഒരു ഉമ്മ കൊടുത്തു. അങ്ങനെ ഒരു ദിവസം ആയിഷയും അക്കു നാട്ടിലേക്ക് എത്തി. വീട്ടുകാരും ബന്ധുക്കളും അക്കുവിൻ്റെ കൂട്ടുകാരും അവരെ സ്നേഹപൂർവ്വം സ്വീകരിച്ചു. അവരുടെ കളിയും ചിരിയും കൊണ്ട് ആ വീടും പിന്നെ ആ നാടും നിറഞ്ഞു.